പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ഈ ധ്യാനവേളയിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത് മീഖാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 8-ാം വാക്യത്തിലൂടെയാണ്. എൻ്റെ ശത്രുവായവളെ, എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. എത്ര ആഴമുള്ള പ്രത്യാശയുടെ വചനമാണിത്. മനുഷ്യർ നമ്മെ തള്ളിക്കളയാം, സുഹൃത്തുക്കൾ നമ്മെ വിട്ടുപോകാം, സ്വന്തം ആളുകൾ പോലും ഒരുപക്ഷെ നമ്മെ മനസ്സിലാക്കാതെ ഇരിക്കാം. പക്ഷേ ദൈവം ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കുന്നില്ല. ഈ വചനത്തിൽ 3 വലിയ ആത്മീക രഹസ്യങ്ങൾ നമുക്ക് കാണാം. പ്രിയ ദൈവമക്കളെ, ഒന്നാമതായി വീണു എങ്കിലും, രണ്ടാമതായി ഞാൻ വീണ്ടും എഴുന്നേൽക്കും, മൂന്നാമതായി യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, വിശ്വാസ ജീവിതം എന്നത് ഒരിക്കലും വീഴാത്ത ജീവിതമല്ല. വീണ ശേഷവും ദൈവകൃപയാൽ വീണ്ടും എഴുന്നേൽക്കുന്ന ഒരു ജീവിതമാണ് വിശ്വാസ ജീവിതം. വിശുദ്ധനായ പത്രോസ് വീണു, പക്ഷേ വീണ്ടും എഴുന്നേറ്റു. മർദ്ദലാകാരത്തി മറിയം വീണു, പക്ഷേ യേശുവിൻ്റെ സ്നേഹം അവളെ വീണ്ടും ഉയർത്തി. ധൂർത്തപുത്രൻ വീണു, പക്ഷേ പിതാവിൻ്റെ കരുണ അവനെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഇന്ന് ചിലർ പാപത്തിൽ വീണിരിക്കാം, ചിലർ നിരാശയിൽ വീണിരിക്കാം, ചിലർ രോഗത്താൽ തളർന്നിരിക്കാം, ചിലർ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ മുങ്ങിക്കിടക്കാം, ചിലർ കുടുംബ പ്രശ്നങ്ങളാൽ കരയുന്നുണ്ടാവാം. പക്ഷെ ദൈവം ഇന്ന് നിങ്ങളോട് പറയുന്നു, വീണുവെങ്കിലും നീ വീണ്ടും എഴുന്നേൽക്കും. ഹല്ലേലൂയ. ശത്രു എന്തിനാണ് സന്തോഷിക്കുന്നത്? കാരണം അവൻ നമ്മുടെ അവസാനത്തെ കണ്ടു എന്നവൻ കരുതുന്നു. പക്ഷേ പ്രിയ ദൈവമക്കളെ, ദൈവമക്കളുടെ കഥ ഒരിക്കലും അവസാനിക്കുന്നില്ല. ക്രിസ്തുവിന്റെ കഥ കുരിശിൽ അവസാനിച്ചില്ല, ഉയർപ്പിൽ അത് പൂർത്തിയായി. പ്രിയ ദൈവമക്കളെ, അതിനാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ഉയർപ്പുണ്ടാകും. ചിലപ്പോൾ ദൈവം നമ്മെ ഇരുട്ടിലൂടെ നടത്തും. എന്തുകൊണ്ട്? ഇരുട്ടിൽ പോലും ദൈവം വെളിച്ചമാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടി. ദാവീദ് പറയുന്നു, ഞാൻ മരണനിഴലിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഒരു അനർത്ഥത്തെയും ഭയപ്പെടുകയില്ല എന്ന്. നീ എന്നോട് കൂടെയിരിക്കും എന്ന് ദാവീദ് പറയുന്നു. അതെ, ദൈവ സാന്നിധ്യമുള്ളിടത്ത് ഇരുട്ട് അവസാന വാക്കല്ല. പ്രിയ ദൈവമക്കളെ, സഹോദരങ്ങളെ, ഇന്ന് പലരും പുറമേ ചിരിക്കുമ്പോഴും ഉള്ളിൽ കരയുകയാണ്. ചിലരുടെ രാത്രികൾ കണ്ണുനീരിലാണ് കടന്നു പോകുന്നത്. ചിലർ പറയാത്ത വേദനകൾ അനവധിയാണ്. അവർ ആ വേദന സഹിക്കുന്നു. പക്ഷേ യഹോവ ഇന്ന് പറയുന്നു, ഞാൻ നിനക്ക് വെളിച്ചമായിരിക്കുന്നു. ഈ ലോകം നൽകുന്ന വെളിച്ചം അത് താൽക്കാലികമാണ്. പക്ഷേ ക്രിസ്തു നൽകുന്ന വെളിച്ചം അത് നിത്യമാണ്. കുരിശിന്റെ വഴിയാണ് ഉയർപ്പിലേക്കുള്ള വഴി. അതാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ ക്രിസ്തു ഇരുട്ടിനെ ജയിച്ച വെളിച്ചമാണെന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടിയാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചില ഇരുട്ടുകൾ വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചില ഇരുട്ടുകൾ ഉണ്ടായിരിക്കാം. പ്രാർത്ഥിക്കുക, കർത്താവേ, എൻ്റെ ഇരുട്ടിൽ എനിക്ക് നീ അവിടുന്ന് വെളിച്ചമാക്കണമേ. അവൻ നിങ്ങളെ കൈവിടുകയില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവരും എതിർക്കുന്നുവെന്ന് തോന്നാം. പക്ഷേ ഓർക്കുക,
ഗോലിയാത്ത് വലിയതായിരുന്നു, പക്ഷേ ദാവീദിന്റെ ദൈവം അതിലും വലിയവനായിരുന്നു. ചെങ്കടൽ മുന്നിലുണ്ടായിരുന്നു, പക്ഷേ വഴി തുറന്ന ദൈവം ഇസ്രായേലിനൊപ്പമുണ്ടായിരുന്നു. കല്ലറ അടച്ചിരുന്നു, പക്ഷേ 3-ാം ദിവസം കല്ല് ഉരുണ്ടുമാറി. അതുകൊണ്ട് ഇന്നത്തെ സന്ദേശം ഇതാണ്: നിങ്ങളുടെ കഥ അവസാനിച്ചിട്ടില്ല. നിങ്ങളുടെ പ്രാർത്ഥന അത് ദൈവം കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ കണ്ണുനീർ അവൻ കാണുന്നുണ്ട്. പ്രിയ ദൈവ പൈതലേ, നിങ്ങളുടെ വീഴ്ച അതൊരവസാനമല്ല. ദൈവം വീണ്ടും ഉയർത്തും. ഇന്ന് ഈ ധ്യാനം കേൾക്കുന്ന ഒരാൾക്കായി പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. സഹോദരങ്ങളെ, ചില ഉയർപ്പുകൾ ഉടനെ സംഭവിക്കും, ചിലത് ഒരല്പം വൈകിയേക്കാം. പക്ഷേ ദൈവം പ്രവർത്തിക്കുന്നു. ഒരിക്കലും അവൻ നിർത്തിയിട്ടില്ല. അതുകൊണ്ട് പ്രത്യാശ ഒരിക്കലും കൈവിടരുത്. പ്രാർത്ഥന നിർത്തരുത്. വിശ്വാസം അതൊരിക്കലും കൈവിടരുത് പ്രിയ ദൈവ പൈതലേ. കാരണം ഇരുട്ടിനു ശേഷം പ്രഭാതമുണ്ട്, കുരിശിനു ശേഷം ഉയർപ്പുണ്ട്, കരച്ചിലിനു ശേഷം ഒരാശ്വാസമുണ്ട്, തോൽവിക്ക് ശേഷം വിജയമുണ്ട്. നമുക്കിപ്പോൾ ഹൃദയം നമിച്ചു പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, വീണ്ടുകിടക്കുന്ന മക്കളെ തമ്പുരാനെ അവിടുന്ന് ഉയർത്തണമേ. ഇരുട്ടിലിരിക്കുന്നവർക്ക് അവിടുന്ന് നീ വെളിച്ചമാകണമേ. നിരാശയിലായിരിക്കുന്നവർക്ക് പ്രത്യാശ നൽകണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. തകർന്ന കുടുംബങ്ങളെ തമ്പുരാനെ ഒരുമിച്ച് ചേർക്കണമേ. കരയുന്ന കണ്ണുകൾക്ക് തമ്പുരാനെ നീ അവിടുന്ന് ആശ്വാസമാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ഉയർപ്പ് നൽകണമേ. ശത്രു സന്തോഷിക്കാത്ത വിധം തമ്പുരാനെ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, വീണ്ടുമെങ്കിലും ഞങ്ങൾ വീണ്ടും എഴുന്നേൽക്കും. കാരണം നീ ഞങ്ങളുടെ വെളിച്ചമാണ്. ആമേൻ. ഹല്ലേലൂയ.